പാകിസ്ഥാൻ സർവ്വശക്തിയെടുത്ത് ഇന്ത്യക്ക് നേരെ പൊരുതാൻ ശ്രമിച്ചു. വ്യോമയുദ്ധമായിരുന്നു നടത്തിയത്. വലിയ പരാജയം നേരിട്ടു. എല്ലാ ലക്ഷ്യങ്ങളും ഇന്ത്യ തടഞ്ഞു, തകർത്തു. പാകിസ്ഥാൻ അങ്ങേയറ്റം അവരുടെ ജനങ്ങൾക്ക് പോലും പരിക്കേൽക്കുന്ന അവസ്ഥയിൽ അവരുടെ ആക്രമണ രീതി കൊണ്ടെത്തിച്ചു അവരെ. ഇനിയിപ്പോൾ കരയുദ്ധമാണ് പാകിസ്ഥാൻ സ്വാഭാവികമായും ലക്ഷ്യം വയ്ക്കുക. എന്തായിരിക്കും നീക്കം? എങ്ങനെയായിരിക്കും അവരുടെ ഒരു മുന്നോട്ട് പോക്ക്? വല്ലതും കഴിയുമോ പാകിസ്ഥാനെ കൊണ്ട്? പാകിസ്ഥാൻ ശരിക്കും ഒരു ഭീകരരാഷ്ട്രമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ലോകത്തിലെ രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ ഭീകരവാദത്തിൻ്റെ വിത്തുകൾ മാത്രമല്ല, അതിൻ്റെ ശിഖരങ്ങളും മരവും ഒക്കെ വളർന്നിരിക്കുകയാണ്. പാകിസ്ഥാനിന് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതും പാകിസ്ഥാനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പാകിസ്ഥാൻ ഒരു കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ സിറിയയിലും ഒക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലേക്കും പടർന്നു കയറിയതുപോലെ തന്നെ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുടെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെയും അഭയകേന്ദ്രമായി പാകിസ്ഥാൻ മാറുകയാണ്. ഇപ്പോൾ പലപ്പോഴും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളെ പരിശീലിപ്പിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്താൻ തോക്കും ആയുധങ്ങളും നൽകി വിടുമ്പോൾ, അല്ലെങ്കിൽ അവരെ ചാവേറുകളായി പറഞ്ഞു വിടുമ്പോൾ, അങ്ങനെ ചെയ്യുന്ന നേതൃത്വമുള്ള ആളുകൾക്ക് വരെ അഭയം കൊടുക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ ഭീകരവാദികളാണ് എന്നുള്ളത് മനസ്സിലാക്കാത്തവരല്ല ലോകത്തിലെ ഒരു രാജ്യവും. അതുകൊണ്ട് ലോകത്തിലെ ഒരു രാജ്യവും പാകിസ്ഥാനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല. ചില പിന്തുണകൾ കിട്ടുന്നു എന്ന് അവർ പറയുന്നു എന്നുള്ളതല്ലാതെ പൊതുവിൽ ലോകത്തിലെ ഒരു രാജ്യത്തിൽ നിന്നും ഒരു പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണ പാകിസ്ഥാനെ ഈ തർക്കത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭീകരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിൽ പാകിസ്ഥാന് കിട്ടിയിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും അതിൽ മരണപ്പെട്ടിട്ടുള്ള ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ പതാക പുതപ്പിച്ചുകൊണ്ട് അവിടുത്തെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ബോഡി ക്രിമേഷന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പൊതുവിൽ ലോകമാധ്യമങ്ങളുടെ മുൻപിൽ നമ്മൾ കാണുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ചിത്രങ്ങൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലേക്ക് അതിർത്തി കടന്നുകൊണ്ട് അവർ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നു, ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നു, ആളില്ലാ വിമാനങ്ങൾ അയക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ അയച്ചുകൊണ്ട് അതിർത്തി കടക്കാനുള്ള ശ്രമം നടത്തുന്നു. ഷെല്ലാക്രമണങ്ങൾ ശക്തമായി ജനവാസ മേഖലയിൽ, പ്രത്യേകിച്ച് LOC എല്ലാം ലംഘിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ജനവാസ മേഖലയിൽ ആളുകൾക്ക് പരിക്കുണ്ടാകണം, ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകണം എന്നുള്ള തരത്തിൽ ആക്രമണം നടത്തുന്നു. അതിൽ കുറച്ച് നമുക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്, ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം അത് ഭീകരവാദത്തിൻ്റെ രാഷ്ട്രീയമാണ്. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അത് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആശയമാണ്. അപ്പോൾ ആ രാജ്യത്തിന് വികസിക്കണം എന്നൊരു ഐഡിയയേക്കാൾ അപ്പുറത്ത് മറ്റൊരു രാജ്യത്തിനെ തകർക്കണം എന്നുള്ള ആശയമാണ് പാകിസ്ഥാൻ്റെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയം. ഇപ്പോൾ ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക്, അതല്ലെങ്കിൽ നമ്മളുമായിട്ട് വലിയ തരത്തിൽ അക്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകോപനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ പുറത്താണ് നമ്മളെടുക്കുന്ന ഒരു നിലപാട്. ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു നിലപാട്, നമ്മൾ ഒരു അക്രമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സല്ല നമ്മുടെ സൈന്യം ചെയ്യുന്നത്. നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ അതിൽ പ്രതിരോധിക്കുന്നു, അതോടൊപ്പം തന്നെ ആക്രമണത്തിന് പ്രത്യാക്രമണം ഉണ്ടാകുന്നു. നമ്മൾ ഒരിക്കലും ഒരു ആക്രമണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു രാജ്യമായി ഒരിക്കലും ഒരു ഘട്ടത്തിലും, നേരത്തെ 71-ലാണെങ്കിലും 65-ലാണെങ്കിലും ഒക്കെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ഒന്നും ആ തരത്തിലുള്ള നിലപാടുകൾ ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ പോലും ആ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും വ്യോമ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറാകുന്നതിൻ്റെ പിന്നിൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെയും ഇന്ത്യയെയും ഭാരതത്തിൻ്റെ മുഴുവൻ സംവിധാനത്തെയും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ട കൂടിയാണത്. അതായത് ഇന്ത്യക്കകത്തേക്ക് കടന്ന് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് സ്ലീപ്പർ സെല്ലുകളെ കൊണ്ടുവന്ന് അവർ വഴി പ്രശ്നങ്ങളുണ്ടാക്കി. അതിനാണല്ലോ അവർ പഹൽഗാമിൽ അക്രമം നടത്തിയ സമയത്ത് മതം ചോദിക്കുന്നു എന്നൊക്കെ വിഷയം വന്ന് അതിൻ്റെ പുറത്താണ്. ഇന്ത്യക്കകത്തൊരു അസ്ഥിരതയുണ്ടാക്കുക, അപ്പോൾ ഇന്ത്യൻ ജനതയെ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കി, തെറ്റിദ്ധരിപ്പിച്ച് തർക്കങ്ങളുണ്ടാക്കി, ഇവിടെ ഒരു തർക്കത്തിനുള്ള സ്കോപ്പ് ഉണ്ടാക്കുക. അതിനെ നമ്മൾ സമർത്ഥമായി നമ്മുടെ രാജ്യം അതിനെ അതിജീവിച്ചു. ആ തരത്തിൽ അവരുടെ എല്ലാ ഹീനശ്രമങ്ങളെയും പരാജയപ്പെടുത്തി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം ഒരേ മനസ്സായി നിന്നുകൊണ്ട് അവരുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തി അതിൽ ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും, ഇത് പാകിസ്ഥാൻ്റെ ഭീകരവാദത്തിൻ്റെ ഭാഗമാണ്, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും ഇതിനില്ല, ഇത് ഭീകരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ ഉദ്ദേശിച്ച ഐഡിയ നടന്നില്ല, അവരുടെ ഒരു ആശയം നടക്കാതെ പോയി. ഒരു 26 പേരുടെ മരണത്തിനിടയാക്കുന്ന അക്രമം നടത്തിയെങ്കിലും അത് പ്രായോഗികമായി അവർക്കതുകൊണ്ടൊരു ഗുണവും കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഇന്ത്യക്കെതിരെ വീണ്ടും
തുടർച്ചയായി 3-4 ദിവസങ്ങളിലായി അവർ അതിർത്തി കടന്നുകൊണ്ട് ഷെല്ലാക്രമണങ്ങൾ നടത്തുക. അപ്പോൾ ആദ്യത്തെ അവരുടെ അജണ്ട പരാജയപ്പെടുത്തു, ആദ്യത്തെ അവരുടെ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം പരാജയപ്പെട്ടു. അപ്പോൾ ആ പരാജയപ്പെട്ടതിന് ശേഷവും അവരെ സംബന്ധിച്ച് അവർ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ എന്ത് ചെയ്യണം, ഭാരതത്തിൻ്റെ സമാധാനത്തെ ഇല്ലാതെയാക്കാൻ എന്ത് ചെയ്യണം, ഈ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സൈനിക ശേഷി, ഇന്ത്യയുടെ സൈനിക ശേഷി, ഇന്ത്യക്ക് പൊതുവിൽ കിട്ടുന്ന മറ്റ് രാജ്യങ്ങളോടുള്ള സ്വീകാര്യത, അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള നയവും അതിനനുസരിച്ചിട്ടുള്ള നിലപാടുകളും. ഇപ്പോൾ നമ്മളെടുക്കുന്ന നിലപാടുകൾ ഒരു കാലഘട്ടത്തിലും ഒരു രാജ്യത്തിനെതിരെ എന്നുള്ളതല്ല. നമ്മുടെ രാജ്യത്തെ ആരും ആക്രമിക്കരുത്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന ഒരു നിലപാടും ഒരു രാജ്യവും സ്വീകരിക്കരുത്. അതിനുള്ള അവകാശം നമുക്കുണ്ട്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സുശക്തമായിട്ടുള്ള ഗവൺമെൻറ്റിൽ നിന്ന് നമുക്കുണ്ട്. നേരത്തെയുള്ള ഗവൺമെൻറ്റുകളും അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി നമ്മൾ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ലോകത്തിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ തിരിച്ചടിക്കും കൂടി തയ്യാറാണ് എന്ന് ശക്തമായി പറയാൻ സുശക്തമായിട്ടുള്ള സൈന്യം നമുക്കുണ്ട്. സൈന്യത്തിന് ഗവൺമെൻറ് അതിനുള്ള എല്ലാ തരത്തിലുള്ള അനുവാദവും അവരുടെ ഫുൾ ഫ്രീഡം കൊടുത്തുകൊണ്ടുള്ള സംവിധാനത്തിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി അങ്ങ് ചോദിച്ചതുപോലെ അവർ ഒരു വ്യോമ ആക്രമണത്തിലൂടെ ഒരു ശ്രമം നടത്തി. പക്ഷേ അതിനെ ഒരു ഇഞ്ച് പോലും അവർക്കതിൽ മുന്നേറാൻ കഴിഞ്ഞില്ല. അവരുടെ തന്നെ ഭൂമിയിൽ വെച്ച് അതിൻ്റെ എല്ലാം മുനയൊടിച്ച് അവരുടെ വിമാനങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കി, അവരുടെ ഡ്രോണുകൾക്ക് നാശനഷ്ടമുണ്ടാക്കി, അവരുടെ എല്ലാ എയർ സ്ട്രിപ്പ് ഓപ്പറേഷൻസും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഒരു തിരിച്ചറിവിലേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല. അവർ തിരിച്ചറിയാത്തതിൻ്റെ കാരണം അവരുടെ ലക്ഷ്യം വേറെയാണ്. അവരുടെ ലക്ഷ്യം ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ച് അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പിന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത്ര പെട്ടെന്ന് അങ്ങനെ പ്രതീക്ഷിക്കണ്ട. കാരണം അങ്ങനെ പിന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അജണ്ടയല്ല പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അവർക്ക് ഇതിൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇപ്പോൾ കരസേനയുമായി നേരത്തെ യുദ്ധം നടന്നിട്ടുണ്ട്. പലപ്പോഴും ഇന്ത്യൻ സേനയുമായി നേരിട്ടവർ യുദ്ധമുഖത്ത് വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം പാകിസ്ഥാൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അവർ സ്വയം തിരിച്ചറിയണ്ടേ. നമ്മൾ വിട്ടുകൊടുത്ത ഭൂമിയാണ് പിന്നീട് നമ്മൾ പിടിച്ചെടുത്ത, നമ്മുടെ സൈന്യം പിടിച്ചെടുത്ത ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടായതെല്ലാം അവർ ഓർമ്മ വെക്കണം. അപ്പം നമ്മൾക്കതിന് കഴിവില്ലാത്തത് കൊണ്ടോ നമ്മുടെ സൈന്യം അതിന് സുശക്തമായിട്ടുള്ള സംവിധാനത്തിലല്ലാത്തത് കൊണ്ടോ അല്ല. പക്ഷെ സംയമനം പാലിക്കുക, സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെ മുൻപിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ഭീകരവാദത്തിനെതിരായിട്ടില്ല, തീവ്രവാദത്തിനെതിരായിട്ടില്ല, ഭീകരവാദത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണ് എന്നുള്ള നമ്മുടെ ഉറച്ച നിലപാടുണ്ട്. ആ ഉറച്ച നിലപാട് അതാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു മുദ്രാവാക്യം തന്നെ. നമ്മുടേത് പ്രിസൈസ് ആയിട്ടുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ഒരു നടപടിയാണ്. അത് എവിടെയാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് മാത്രം. സിവിലിയൻസിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക, നയതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുക. ഒപ്പം തന്നെ ആഭ്യന്തരപരമായി പാകിസ്ഥാൻ്റെ ഒരു നിലപാടിലും ഇടപെടാതെ, ആഭ്യന്തരപരമായി പാകിസ്ഥാൻ്റെ ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാതെ, അതേസമയം ഭീകരവാദത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുക. അതിന് നമുക്കൊരു ന്യായീകരണമുണ്ട്. അത് പഹൽഗാം മാത്രമല്ല, ബോംബെ തീവ്രവാദാക്രമണം ഉണ്ടായി, നമ്മുടെ രാജ്യത്ത് നിന്ന് വിമാനം റാഞ്ചി കൊണ്ടുപോയി തീവ്രവാദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോൾ എത്രയോ വർഷങ്ങളായി നമ്മുടെ രാജ്യം ഈ തരത്തിൽ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെയും തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും ഒക്കെ അറ്റാക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സിവിലിയൻസാണ്. നമ്മുടേതെല്ലാം സിവിലിയൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന അറ്റാക്കുകളാണ്. നമ്മുടെ സൈന്യത്തിനെതിരെയും അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ സൈന്യത്തിന് നേരെ നടക്കുന്ന നടപടിയേക്കാൾ അപ്പുറത്ത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു അക്രമം പാകിസ്ഥാൻ നടത്തിയാൽ അതിനുള്ള ചുട്ട മറുപടി മാത്രമല്ല, ശക്തമായ നടപടി അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് പാകിസ്ഥാൻ തിരിച്ചറിയേണ്ടതാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരും തിരിച്ചറിയേണ്ടതാണ് ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണ്, ഇന്ത്യയുടെ മാനസിക ശക്തി എന്താണ്, ഇന്ത്യയുടെ ആഭ്യന്തര ശക്തി എന്താണ്, ഇന്ത്യയുടെ മനസ്സ് എവിടെ നിൽക്കുന്നു എന്നുള്ളത്, ഭാരതം ഏത് നിലപാടാണ് ഭാരതത്തിൻ്റേത് എന്നുള്ളത് ലോകരാജ്യങ്ങൾ അംഗീകരിക്കണം. എല്ലാ ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികളും അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ തിരിച്ചറിയണം, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ തിരിച്ചറിയണം. പാകിസ്ഥാനും മാനസികമായും ഭൗതികമായും ഏതെങ്കിലും സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ പൂർണ്ണമായും അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്നോട്ട് മാത്രമല്ല പിന്തിരിഞ്ഞോടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ വെക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.